ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അയില ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ കൂടി പോകാൻ പാടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൂടുതൽ എരിവ് പറ്റൂല. അപ്പോൾ നമ്മൾ സാധാരണ മുളക് പൊടി യൂസ് ചെയ്യാറില്ല. കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെച്ച ഫിഷ് ഫ്രൈ മസാലയാണ്. ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മസാല ഉണ്ട്. അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വേറൊരു ക്ലാസ്സിൽ കാണിക്കണ്ടേ. ഫിഷ് ഫ്രൈ മസാല നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി തന്നെ 2 ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിഷ് ഫ്രൈ മസാല 2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ പേസ്റ്റാക്കി വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളിത് കുറേ ആയിട്ട് അരച്ച് വെച്ചതാണ്. നമ്മുടെ സുർക്ക എന്ന് പറഞ്ഞാൽ വിനെഗറിലൊക്കെ ഇട്ട് വെളുത്തുള്ളി കൂടുതൽ കിട്ടുമ്പോൾ അങ്ങനെ ഇട്ട് വെക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെക്കുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് വിനെഗർ ഉപയോഗിച്ചിട്ട്, വിനെഗർ എന്ന് പറഞ്ഞാൽ സുർക്ക, ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു മൺചട്ടിയിൽ നമ്മളിതൊന്ന് പകുതി വേവിലൊന്ന് എടുക്കണം. നമ്മൾ വയറ്റിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, ഈ ഭാഗത്തൊക്കെ മലപ്പുറം ജില്ലയൊക്കെ വലിയിച്ചെടുക്കുക എന്ന് പറയാം, ചില സ്ഥലത്ത് വയറ്റിയെടുക്കുക എന്ന് പറയും. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കുക. കൂടുതൽ ടൈം വെക്കുക എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉള്ളിലോട്ടൊക്കെ പിടിക്കും. അപ്പോൾ നമ്മളിത് ഓരോന്ന് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മളെല്ലാ ഭാഗത്തും ഇങ്ങനെ ഇതേപോലെ വരട്ട് കൊടുത്തിട്ടുണ്ട്. വരട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്ക് എത്തിപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒരു കഴുകി വൃത്തിയാക്കിയ ഒരു മൺചട്ടി എടുക്കാം. അതിലോട്ട് നമ്മൾ ഇതേപോലെ കഴുകി വൃത്തിയാക്കിയ മത്തനില ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 1-2 മത്തനില വെച്ചാലും മതി. ഞാൻ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും. പിന്നൊക്കെ ഈ മത്തൻ്റെ ഇല കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. നമ്മൾ മീനിൻ്റെ ഉള്ളിൽ വേവിച്ച് വെച്ച മത്തൻ്റെ ഇല ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. ചോറുക്ക് വേറെ ഒന്നും വേണ്ടിയില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 മത്തൻ്റെ ഇലയോളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടാണ് നമ്മൾ കായം തേച്ച് വെച്ച മീനിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വലിച്ചെടുക്കണം. പോരാന്നായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മീനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും വലിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ല വെണ്ണ മസാല പിടിക്കും. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ കൂടുതൽ എണ്ണയുടെ ആവശ്യമൊന്നും വരില്ല. പിന്നെ പ്രത്യേക ടേസ്റ്റുമാണ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റ് ആവും വലിച്ചെടുത്താൽ. ഇങ്ങനെ നമ്മൾ വലിച്ചെടുത്തതിന് ശേഷം ഇതിന് മുകളിൽ പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അതും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിതൊന്ന് വലിയിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.